നമ്മൾ മഹാബലിപുരത്ത് നിന്ന് വിട്ടിട്ട മക്കളെ പോണ്ടിച്ചേരി എത്താനായത്. അടിപൊളി സ്ഥലം. പോണ്ടിച്ചേരി എത്താനായപ്പോ തന്നെ ഒരു 40 കിലോമീറ്റർ കേട്ടോ. പക്ഷെ സംഭവം അടിപൊളി. ഇതേ കാണുന്ന കണ്ടില്ല, ഉപ്പ് പാടങ്ങൾ കേട്ടോ. നല്ല അടിപൊളി ഉപ്പ് പാടങ്ങൾ കാണാണ്ട്. അത് ഇറക്കാതെ വഴി അങ്ങനെ വന്നതല്ലേ. നമുക്ക് എന്തായാലും നമ്മളെന്തായാലും വണ്ടി അങ്ങോട്ട് ഇറക്കുന്നുണ്ട്. കാരണം ഉപ്പൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഉപ്പെടുക്കുന്നു നമുക്ക് അങ്ങോട്ട് പോവാം. എന്തായാലും വണ്ടി തിരിച്ചിട്ട് അങ്ങനെ ട്രിപ്പിലെ ആദ്യത്തെ ഉപ്പുപാടത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്. ദീപ് ഉപ്പൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിതുവരെ ഉപ്പ് കണ്ടില്ല. പീടിയെന്ന് മേടിക്കണ ഉപ്പ് മാത്രമേ കണ്ടുള്ളൂ കേട്ടോ. പക്ഷേ എന്തിനാ വെള്ളം നല്ല വെള്ളമായിട്ട് ഞങ്ങൾ കിടക്കുന്നത്. പ്യൂർ വൈറ്റ് பார்க்க முடியுமா? മീൻ പിടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. വണ്ടിയായിട്ട് വരാട്ടോ. വണ്ടിയായിട്ട് വന്നാ വണ്ടി പോകുന്ന വഴിയാ അല്ലേ? പിന്നെ വണ്ടി ഇത് ഈ ഉപ്പെടുക്കാൻ മറ്റേ ട്രാക്ടർ വേണ്ട, ഉപ്പ് കൂട്ടിയിട്ടേക്കുന്നതാണ്. ഉപ്പ് മലയാണ്, ഉപ്പ് മല. അയ്യോ അവിടെ ബ്ലോക്കാ. നമുക്ക് ചാടി കിടക്കാം, വെയിൽ ചാടാം. ഫ്രഷ് ഉപ്പാണ് കിടക്കുന്നത്. പാറ കഷ്ണം പോലെ. ആ ഉപ്പ് പാറ. ഇതാണ് റിഫൈൻ ചെയ്തിട്ട് വരുന്നത്. പക്ഷെ ഈ ഉപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ കഴിക്കേണ്ടത് അല്ലേ? അല്ലേ? ഇത് പക്ഷേ മറ്റഴുക്കൊന്നും കാണുന്നില്ല. ഇതൊക്കെ വലിയ കമ്പനികൾ വന്ന് ഹോൾസെയിലായിട്ട് എടുത്തോണ്ടങ്ങ് പോകും. വെറും മണ്ണിൽ കൂട്ടിയിട്ടേക്ക വേണ്ട. ഇതൊക്കെ ഏകദേശം എടുക്കാറായി കണ്ടോ. നമ്മളെ ആ സിക്കിമില് കുബുക്ക് ഏരിയ പോയില്ലേ, അവിടെ റോഡ് സൈഡിലെ വെള്ളമൊക്കെ ഇതേ രീതിയിൽ ഐസായിട്ട് കിടക്കുന്ന ആ പോലെ നമ്മുടെ പഴയ വീഡിയോ എടുത്ത് നോക്കി കണ്ടവരൊക്കെ മനസ്സിലാവും. നമ്മളത് ചവിട്ടി പൊട്ടിക്കുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. കറക്റ്റ് അതേപോലെ തന്നെയുണ്ട്. ഇവിടെ നല്ല ചൂടല്ലേ, അപ്പോൾ ഈ വെള്ളം പെട്ടെന്ന് പറ്റിക്കോളും. ഈ വെള്ളം ഇതിൽ നിന്ന് അടിച്ച് കയറ്റുന്നതിനാ. അത് കടലല്ലേ കിടക്കുന്ന അപ്പുറത്ത്. അതിൽ നിന്ന് ഇങ്ങോട്ട് അടിച്ച് കയറ്റും. ഉപ്പ് പാടങ്ങളാണ്, ഏക്കർ കണക്കിന് കിടക്കുക വേണ്ട. ഇത് നല്ല കട്ടിക്ക് കിടക്കുക കണ്ടോ. നല്ല ക്ലീനാണ് സംഭവം. സംഭവം നല്ല കട്ടിയായിട്ട് കിടക്കുക. നല്ല സ്ട്രോങ് ആണ് സാധനം അല്ലേ? അവിടെ എന്തോ അത് പൊടിക്കുന്ന അത് ഇഞ്ചമ്പരാവും. വെള്ളം അടിച്ച് കയറ്റാനുള്ളത്. ഇവിടുന്നാണ് ചാക്കിനകത്ത് വാരിക്കൊണ്ട് പോകുന്നത് ലോറിക്കാർ. എന്താ പ്യൂർ സാധനം. ഇതൊരു കച്ചറ അതൊന്നും ഇല്ല കേട്ടോ ഇതിന്. കാരണം പ്യൂറായിട്ട് സാധനം കാണുന്നൊക്കെ ഇത്രയും ക്വാളിറ്റി ഉണ്ട്. മണ്ണുണ്ട് കേട്ടോ. ചെറിയ മണൽത്തരികളും ഉണ്ട്. അതില്ലാതിരിക്കോ? ഈ സൈഡിൽ അത് കണ്ടില്ലയോ, ഓരോ പാടത്തിന്റെ സൈഡിലോട്ട് കോരി കോരി ഇടുന്ന. അവിടെ നിന്നാണ് ഒരുമിച്ച് എടുത്തുകൊണ്ട് പോകുന്നത്. ഏക്കർ കണക്കിന് പാടമാണ്. ഉപ്പ് കോരുന്ന സാധനം. അതാ കിടക്കുന്ന സാധനം. ഇതാണ് ഞാൻ പറഞ്ഞത്, തൂമ്പ പോലെ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പോരാൻ നിൽക്കുന്നില്ല. ഇതാണ് ആ ഐറ്റം കേട്ടോ. ഇതായിട്ട് ഇങ്ങനെ കോരി 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 ഇടും.
വടിച്ചെടുക്കും അല്ലേ? ഇതിൻ്റെ തറയെന്ന് പറയുന്നത് നല്ല ഉറച്ചു കിടക്കുകയാണ്. ആദ്യം അവർ നല്ല രീതിയിൽ ഉറപ്പിക്കും, പിന്നെ ഇതിനകത്തേക്ക് ആളിറങ്ങുന്നില്ല. ഇതുകൊണ്ട് തന്നെ ഇവിടുന്ന് പിന്നെ അപ്പുറത്ത് അങ്ങനെ ഓരോ സൈഡിലേക്ക് വടിച്ചെടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് മണ്ണ് ഇളകത്തില്ല. അങ്ങനെ തന്നെ കിടക്കുന്നത്. അതാണ്. ഇത് നല്ല നീളത്തിലല്ലേ ഇതിൻ്റെ കമ്പിരിക്കുന്നേ. ഒരു സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ വടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നേരെ പോണ്ടിച്ചേരി. എന്തായാലും കൊള്ളാം. നമ്മുടെ ട്രിപ്പിൽ നല്ല ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഉപ്പുപാടത്തിൽ വരുന്നത്. നീ എവിടെ കണ്ട് ഉപ്പുപാടം? ഞാൻ കന്യാകുമാരി റൂട്ടിൽ അന്ന് ഞാനൊരു ട്രിപ്പ് പോയില്ലായിരുന്നോ, നമ്മുടെ ഓൺ ദ എൻഡ്ലെസ് റോഡ്, ശിവേട്ടൻ്റെ കൂടെ ഒരു ട്രിപ്പ് പോയല്ലേ. അവർ ഓൾ ഇന്ത്യ ട്രിപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് അങ്ങനെ ഉപ്പ് ഇതാക്കുന്നത്. കന്യാകുമാരി തിരുനെൽവേലി റൂട്ടിൽ കുറച്ചങ്ങോട്ട് പോകുന്ന വഴിക്ക് ഉപ്പുപാടമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ തൂത്തുക്കുടി ഭാഗം അല്ലേ? തൂത്തുക്കുടി ഭാഗത്തുമുണ്ട്. നമ്മളിപ്പോൾ തൂത്തുക്കുടി ഭാഗത്തേക്ക് പോകുന്നില്ല, അത് വേറെ റൂട്ടാണ്. എന്തായാലും ഇപ്പോൾ നമുക്ക് പോണ്ടിച്ചേരി ഭാഗത്തേക്ക് പോകുമ്പോൾ കാണാത്തൊരു എന്തായാലും ഇത് കണ്ടിട്ട് കമ്പനി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ചാക്ക് ഉപ്പ് ഫ്രീ. ഉപ്പ് ഞങ്ങൾ വണ്ടി എടുത്തെടുത്തിട്ട് ഫസ്റ്റ് കമന്റ് ചെയ്യുന്ന ആൾക്കല്ലേ? ഫസ്റ്റ് കമന്റ് ചെയ്യുന്ന ആൾക്കാർ. അത് നല്ല പ്യുവർ ഉപ്പ് കിട്ടും. ഈ ഉപ്പ് നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടില്ല. കാടസഞ്ചാരിയാണ് സഹായിക്കാത്തത്. ഇല്ല, കാടസഞ്ചാരി മാത്രം അടി മേടിച്ചാൽ മതി. എനിക്ക് അടി മേടിക്കണമെന്ന് യാതൊരു ആയിക്കോട്ടെ. അപ്പൊ കാടസഞ്ചാരി മാത്രം ഒരു ചാക്ക് ഉപ്പ് വേണം, ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചു കൊടുത്തോളാം. ഇവിടുന്ന് അടി മേടിക്കുന്നില്ല. ആ ചേട്ടാ 50 രൂപ തരാതെ ഒരു ചാക്ക്. 50 ഒന്നും ഇല്ല ഇവിടെ, അത്രയൊന്നും ഇല്ല. എന്തായാലും നല്ലൊരു കാഴ്ചകളായിരുന്നു ഉപ്പുപാടത്തിൻ്റെ. നമുക്ക് പോണ്ടിച്ചേരി പോയിട്ട് അവിടുത്തെ കടൽപ്പാടം കാണാം. ഇനി ഒരു 19 കിലോമീറ്ററും കൂടെ. നല്ല റൂട്ടാട്ടാ, തീരദേശം ആയതുകൊണ്ട്. തീരദേശ അപ്പുറത്തെ സൈഡിൽ കാണുന്നത് കടലാണ്. ഒരു വശത്ത് മുഴുവൻ ഉപ്പുപാടം. മുമ്പേ നമ്മൾ കണ്ടതിനൊക്കെ കൂടുതൽ ഉപ്പുപാടം ഇവിടെ ഉണ്ടല്ലോ ഈ സൈഡിൽ. അവിടെ കണ്ടതിനേക്കാളും കൂടുതൽ ഉപ്പുപാടങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കിയേ എന്തോരാ കിടക്കുന്നത്. എൻ്റെ അമ്മോ, അയ്യോ. അതും ആ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ ഇങ്ങനെ പോകുന്നു. അവിടെ ഇറങ്ങിയില്ലേലും കാണാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളവിടെ ആദ്യമായിട്ട് നമ്മൾ ഐസ് കണ്ട ഓർമ്മ ഉണ്ടോ? കുറച്ച് കണ്ട് ഭയങ്കര സന്തോഷമില്ലായിരുന്നു ആദ്യത്തെ തവണ. പിന്നെ മഞ്ഞ് വീഴ്ച. പിന്നെ നമ്മൾ കാണുക പോയിടത്തൊക്കെ ഫുൾ ഐസിൽ കൂടെ പിന്നെ ഞങ്ങൾ പോകും. പിന്നെ നമുക്ക് അത്രയ്ക്കൊരു ഇത് കിട്ടില്ല. ഇതിനകത്തുനിന്ന് എങ്ങനെയാലും ഇറങ്ങി പോയാ മതി. അങ്ങനെ ആയിപ്പോയി. കാരണം നിക്കാൻ വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ ഇപ്പൊ എവിടെന്നെങ്കിലും ഒരു ഇച്ചിരി ഐസ് കിട്ടിയായിരുന്നെങ്കിലും പറഞ്ഞ് നമ്മൾ നടക്കുക വെള്ളം കുടിക്കാൻ. കാരണം തൊണ്ട വറ്റി വരണത്. കാരണം അത്രയും ചൂട്, വെള്ളമൊക്കെ ചൂടായി പോയി. 1 ലിറ്റർ വെള്ളം മേടിച്ചു കഴിഞ്ഞാല് സെക്കൻഡ് കൊണ്ടാ തീരുന്നത്. ഇപ്പൊ ഐസ് ഫാക്ടറി ഇറങ്ങി നടക്കാൻ നോക്കണേ. ഐസ് ബോക്സിലിടാം. വെൽക്കം ടു ഇന്ത്യാസ് G20 പ്രസിഡൻസി പുതുച്ചേരി. പുതുച്ചേരിയിലേക്ക് കടന്ന് നമ്മളല്ലേ കടന്ന്. ടോൾ ബൂത്ത് ഒക്കെ ഇടിച്ചു നിരത്തി. ടോൾ ബൂത്ത് ആയിരുന്നല്ലത് ഒക്കെ ഇടിച്ചു നിരത്തി. നമ്മുടെ മറ്റേ നാട്ടിലൊക്കെ ഇടിച്ച് നിരത്തിന്റെ സമയമായി. സമയം കഴിഞ്ഞു. പിന്നെ കാരണം അതിനേക്കാളൊക്കെ കോടികളാണ് പിരിച്ചെടുത്തത്. നമ്മൾ ഉപ്പുപാടം കണ്ടിട്ട് നേരെ എത്തിയത് ഇതേതാ ബീച്ചിന്റെ പേര്? ബൊമ്മയ്യാപുരം അല്ലേ? ബൊമ്മയ്യർ പാളയം കേട്ടോ. വണ്ടി ഇവിടെ നിർത്തി. അപ്പോൾ ഇന്നത്തെ സ്റ്റേ ഇവിടെ. കാരണം രാത്രി ഇനിയിപ്പോൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നിർത്തേണ്ട സ്ഥലം കിട്ടില്ല. അതൊക്കെ സ്റ്റേ ചെയ്യാം. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാ. അല്ലെങ്കിൽ ഇപ്പോൾ വണ്ടി എടുത്ത് പോകണം, അത്രേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ പരിപാടിയിലേക്ക്. ഞങ്ങളിപ്പോൾ ഇതാണ് വെള്ളം നാരങ്ങ, ഇതെൻ്റെ പരിപാടി. കാരണം ഇവിടുത്തെ ചൂട് സഹിക്കില്ല മക്കളെ, സഹിക്കില്ല. അപ്പം അതുകൊണ്ട് ഇപ്പോൾ സ്ഥിരം ഇതാ പരിപാടി. ഐസ് ബോക്സ് ഉണ്ടായിരുന്നു, അതിൽ ഐസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ തണുത്ത വെള്ളം വാങ്ങിയിട്ടാ. ഇതേ കേട്ടില്ലേ, ഇതൊക്കെ ഇനി ഐസ് ബോക്സിൽ ഇടാനുള്ളതാ. ഐസിനിപ്പോൾ അപ്പുറത്ത് പോയിട്ട് ഐസ് ഫാക്ടറി പോയിട്ട് മേടിക്കണം. ഇതേ ഇതും കഴിഞ്ഞു. ഇതിപ്പോൾ കാലായി. ഇതിൽ ഐസായിരുന്നു. ഞങ്ങളിതിൽ ഐസ്, ഇതിൽ ഫുള്ള് ഐസ് നിറക്കും. ഇതേ അടുത്തത്
ഇതിന് ഫുള്ള് നിറക്കും. എന്നിട്ട് ഫുള്ളല്ല, പകുതിയോളം. അത് ഇന്നത്തെ ആണ് കേട്ടോ. ഇതിന് നമ്മൾ ഫുള്ളായിട്ട് ഐസ്, ഫുള്ളായിട്ടല്ല, ഇതൊരു ഐസ്. പിന്നെ ഒരു 4 ബോട്ടിൽ നമ്മുടെ ഇതിൽ വെള്ളം അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് ഇടും. പിന്നെ നടക്കും. നല്ല നാരങ്ങ ഞങ്ങളുടെ കയ്യിലുണ്ടാവും. ഞങ്ങളൊരു 1 കിലോനൊക്കെ നാരങ്ങനെ മേടിക്കാറാണ്. അത് മേടിച്ചിട്ട് അവിടെ വെക്കും. എന്തായാലും കൊള്ളാം. നാരങ്ങ വെള്ളം കുടിക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയായി. വെള്ളം കുടിക്കാതെ അത് എവിടുന്ന നമ്മള് സ്റ്റാർട്ട് ചെയ്തത്? ഗണ്ടിക്കോട്ടയിൽ നിന്ന് അടിച്ചു മാറ്റി തുടങ്ങിയതാട്ടോ മക്കളെ കട്ട് പറിച്ചത്. അടിപൊളി ബീച്ചാട്ടോ പോണ്ടിച്ചേരി. വരുന്നവർക്ക് എന്തായാലും വഴിക്ക് തന്നെ കാണാം. കണ്ടില്ലേ, ഒരു ഓപ്പൺ ബീച്ച്. ഇത് ഹൈവേ ആണ് ആ കാണുന്നത്, ഈ റോഡിൻ്റെ അപ്പുറത്ത്. എന്തായാലും ഇനിയിപ്പോൾ ഇവിടുത്തെ സ്റ്റേ. നാളെ നമുക്ക് വീണ്ടും ഇവിടുന്ന് പോവാം. നാളെ പോവോ? പോയിരിക്കും അല്ലേ? നിർബന്ധമൊന്നുമില്ല. അത് കാശ് കൊടുക്കണ്ടേ? ആ കാശുണ്ടെങ്കിൽ നമ്മൾ ഡീസൽ അടിച്ച് നമ്മൾ അടുത്ത സ്ഥലത്ത് എത്തില്ലേ? അതൊരു കാര്യമുണ്ട് കേട്ടാ. അതൊരു പോയിന്റാ പറഞ്ഞത്. ഞങ്ങളിവിടെ കഞ്ഞി വെക്കും, ആ പൊരിക്കുന്ന മണം ഉണ്ടല്ലോ, അതും കൂട്ടി അടിക്കും. അത്രേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പോ ഇന്ന് രാത്രി ഒന്നുമില്ല. രാത്രി ഇട്ടാക്കി ഒന്നും കാണില്ല. നാളെ രാവിലെ വീണ്ടും നമ്മള് പോണ്ടിച്ചേരിയിലേക്ക് എത്തുന്നതേ ഉള്ളൂ. പോണ്ടിച്ചേരിക്ക് ഇനി ഒരു 4-5 കിലോമീറ്ററോടെ ബാക്കിയുള്ളൂ. അപ്പം നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം ഇതുവരെ കിട്ടിയില്ല. നമ്മളൊരു ബൊമ്മയാർപ്പാളയം എന്ന് പറഞ്ഞൊരു ബീച്ചിലാണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടത്. പക്ഷേ ഇവിടെ അത്ര സേഫ് അല്ലെന്നാണ് പോലീസുകാർ പറയുന്നത്. അതുകൊണ്ട് അവർ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തരാൻ വേണ്ടി വരികയാണ്. നമ്മളോട് പറഞ്ഞ് ഒന്നും പേടിക്കണ്ട, ഞങ്ങളുടെ കൂടെ പോര്, ഞങ്ങൾ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് പോവുകയാണ്. വേറെ ഒരു സ്റ്റേറ്റിലും നമുക്ക് ഇങ്ങനെ ഒരു പോലീസിന്റെ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പോലീസുകാർ തന്നെ നമ്മളെ വിളിച്ചോണ്ട് പോയിട്ട് സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം കാണിച്ചു തരിക. ഇന്നലെ തമിഴ്നാട് പോലീസ്. തമിഴ്നാട് എല്ലാ പോലീസുകാരും ഇങ്ങനെ ആവണമെന്നില്ല. എങ്കിലും നമ്മളിപ്പോ കണ്ട ഈ ഒരു പോലീസുകാര് അവരുടെ പേര് പോലും ചോദിക്കാൻ മറന്നുപോയി. സംസാരിക്കുന്നപ്പോൾ നന്നായിട്ട് സംസാരിക്കുന്നു. അവരോട് ആ ബീച്ചിൽ കയറി പോകുമ്പോ അതും എന്ത് റെസ്പെക്റ്റിലാ പറയുന്നത് അറിയോ? സാർ ടൈം അടിച്ച് അങ്ങനെ അങ്ങനെ ഭയങ്കര റെസ്പെക്റ്റ് ആയിട്ട് പറയുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഡേ കയറി പോണെന്ന് പറയും. എന്തായാലും നല്ല സഹകരണമുള്ള പോലീസുകാരാണ്. അവര് പറഞ്ഞ കാരണം എന്ന് വെച്ചാല് ആ ഒരു ബീച്ചിൽ കൂടി അതിനപ്പുറത്തൊക്കെ ഒരുപാട് സ്ലം ഏരിയകളുണ്ട്. ചേരി പ്രദേശങ്ങൾ, ഒരുപാട് ചേരി പ്രദേശങ്ങളുള്ള ഒരു ഭാഗമാണ് അതിനപ്പുറത്തായിട്ട്, ആ ബീച്ചിന്റെ കുറച്ചപ്പുറത്തൊക്കെ. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ പിടിച്ചുപറിക്കാർ അവിടെ എത്താറുണ്ടെന്നും ഈ കപ്പിൾസും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരുടെ ഇന്ന് മൊബൈല്, മാല, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവർക്കൊന്നും പരാതിപ്പെടാൻ സാധാരണ ആൾക്കാർ പോകത്തില്ല. ലേഡീസൊക്കെ അടുത്തുള്ളത് കൊണ്ട് കൂടുതൽ ആൾക്കാരും പരാതിപ്പെടാൻ പോകത്തില്ല. അതുകൊണ്ടാണ് ഇവർക്ക് കുറച്ചുകൂടി ഒരു എന്താ പറയുക, ഈ കള്ളന്മാർക്ക് അതൊരു സപ്പോർട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളാണെങ്കിലും വേറെ സ്ഥലത്തു നിന്ന് വന്നത് കൊണ്ട് നമുക്ക് അവരുടെ പേരോ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് പരാതിപ്പെടാനും പറ്റത്തില്ല. ആരാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്. ആ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അവർ പറഞ്ഞത് അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞത്. എന്തായാലും ഇനി അടുത്തൊരു സ്ഥലം കണ്ടുപിടിക്കാൻ അവരിങ്ങനെ നമുക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഓടുന്നത്. കുറെ നേരമായി ഇങ്ങനെ സ്ലോ ആക്കുന്നുണ്ട് അവര്. കുറെ നേരമായി ഓരോ സ്ഥലം കാണുമ്പോഴും അവര് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇവിടെ പറ്റുമോ എന്നുള്ളത്. എന്തായാലും നമ്മളെ കൊണ്ട് ഇങ്ങനെ മിക്കവാറും ഇവരുടെ വണ്ടി ഇടുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട്. സ്റ്റേഷനിലൊക്കെ വിട്ടാൽ മതി. കാരണം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കുളിക്കാനുള്ള സൗകര്യം കിട്ടും, ഭക്ഷണം വെക്കാനുള്ള സൗകര്യം കിട്ടും, നമുക്ക് ഫുൾ സെക്യൂരിറ്റിയിൽ അവിടെ കിടക്കും. ഇതുവരെ നമ്മൾ ഇങ്ങനെ കിടന്നിട്ടുണ്ടാവില്ല. അത് അവരോട് പറയാനും നമുക്ക് സാറേ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്നോളാം, അവിടെ കിടന്നോളാം പറയുകയാണെങ്കിൽ സംഭവിച്ചേനെ. നമ്മളത് ചോദിച്ചില്ല. ഒരു വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഏതോ ഒരു സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. വലത്തേക്കാണ് ഇങ്ങനെ തിരിക്കുന്നത്. നമ്മളും അവരുടെ കൂടെ തിരിച്ച് അങ്ങോട്ട് കയറ്റിയിടാം.
ഇങ്ങനെയാ ആ ശരി അങ്ങോട്ട് വെച്ചില്ലേ അല്ലേ അവര് നമുക്ക് നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലം ഒരു അമ്പലമാണ് ഇത് പോതും ഇത് പോതും எப்படி வேணா எங்க வேணா விட்டுங்க ஃப்ரீயா ஒரு வாரமா விட்டுங்க